മറിയാമ്മച്ചിയുടെ വീട്ടിലേക്ക് ഇറങ്ങാൻ ഭാവിച്ചതും ഒരു ബൈക്കിന്റെ ശബ്ദം കേട്ടതും ഒരുമിച്ചായിരുന്നു. വാതിൽ പാളി മെല്ലെ മാറ്റി ഒന്ന് നോക്കിയപ്പോൾ കണ്ടു ആടിയാടി വരുന്ന അലോഷിച്ചേട്ടൻ. ഏതോ ഒരു കൂട്ടുകാരൻ ബൈക്കിൽ കൊണ്ട് ഇറക്കിയ ശേഷം പോയതാണ്. അവൻ അടുത്തേക്ക് വരുന്തോറും സ്റ്റെല്ലയ്ക്കാണെങ്കിൽ തൻ്റെ ചങ്ക് പടപടാന്നിടിച്ചു. വാതിലിൽ ആഞ്ഞു മുട്ടിയപ്പോൾ അവൾ ധൈര്യം സമ്മതിച്ചതെന്ന് തുറന്നു കൊടുത്തു. തൻ്റെ മുന്നിൽ നിൽക്കുന്ന സ്റ്റെല്ലയെ കണ്ടതും അവൻ അടിമുടി നോക്കി. എന്നിട്ട് ഒരു വഷളൻ ചിരിയോടുകൂടി അകത്തേക്ക് കയറി. സീന എന്തിയേ? ചേച്ചി വന്നില്ല, ഹോസ്പിറ്റലിലാണ്. നീ ഒറ്റയ്ക്കേ ഉള്ളോ? ചാച്ചൻ വന്നില്ലേ? ഇല്ല. കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്ക്, ഞാനിപ്പോൾ വരാം പറഞ്ഞുകൊണ്ട് അയാൾ കിണറ്റിൻകരയിലേക്ക് ഇറങ്ങിപ്പോയി. 2 തൊട്ടി വെള്ളം കോരി തലയിൽ കൂടി ഒഴിച്ച ശേഷം അവിടെയും ഇവിടെയും എത്താത്ത ഒരു നനഞ്ഞ തോർത്ത് ഉടുത്തുകൊണ്ട് വീണ്ടും അകത്തേക്ക് കയറി വന്നു. കഴിക്കാൻ എന്തെങ്കിലും എടുക്ക് സ്റ്റെല്ല. ഇവിടെ ഒന്നും ഉണ്ടാക്കിയില്ല, ഞാന് താമസിച്ചാണ് വന്നത്. ഞാനെന്നാല് ആ കവലയിൽ ചെന്ന് തട്ടുദോശ വാങ്ങിക്കൊണ്ട് വരാം, എന്നിട്ട് നമുക്ക് രണ്ടാൾക്കും കഴിക്കാം. എനിക്കൊന്നും വേണ്ട, അലോഷി ചേട്ടന് വേണമെങ്കിൽ പോയി മേടിച്ചോളൂ, അവൾ പറഞ്ഞു. ആ, അതെന്നാ പറച്ചിലാണ് കൊച്ചേ, നമുക്ക് രണ്ടാൾക്കും കൂടി ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ട് ഒരുമിച്ചങ്ങോട്ട് കിടക്കാന്നേ പറഞ്ഞുകൊണ്ട് അവൻ അടുത്തേക്ക് വന്നതും സ്റ്റെല്ല വിറച്ചു. ചേട്ടൻ അങ്ങോട്ട് മാറിക്കേ, പേടിയോടെ അവൾ പറഞ്ഞു. ആരും ഇല്ലല്ലോ കൊച്ചേ, നീ ഇങ്ങോട്ട് വന്നേ, നമ്മൾക്ക് അങ്ങനെ സഹകരിച്ചൊക്കെ മുന്നോട്ട് പോകാന്നേ. ദേ ചേട്ടാ, ഞാൻ ഒച്ച വെച്ച് ആളെ കൂട്ടും കേട്ടോ, മാറിപ്പോയേ മര്യാദയ്ക്ക്. എന്നാൽ പിന്നെ ഒച്ച വയ്ക്കാന്നേ, ഞാനൊന്ന് കേൾക്കട്ടെ. ചിരിയോടെ അവൻ വന്ന് അവളുടെ തോളിൽ കൈവച്ചു. തള്ളി മാറ്റാൻ നോക്കി, പക്ഷേ കഴിഞ്ഞില്ല. അയാളെപ്പോലെ ഒരു തടിമാടൻ 18 വയസ്സുകാരിക്ക് അടിപതറി. പൂവ് പോലെയുള്ള ആ പെണ്ണിലേക്ക് അവൻ തൻ്റെ ശരീരം അമർത്താൻ തുനിഞ്ഞതും ചാച്ചന് കുടിക്കുവാനായി അടുത്തുള്ള മേശമേൽ വെച്ചിരുന്ന ജഗ്ഗെടുത്ത് അവൻ്റെ തലക്കിട്ടടിച്ചിട്ട് ഇറങ്ങി ഓടി. എടീ, ഈ അലോഷി ഒന്ന് ആഗ്രഹിച്ചാൽ അത് നേടിയെടുക്കും, വിടില്ലടി നിന്നെ. വേലിപ്പത്തലും കഴിഞ്ഞ് ഓടുമ്പോൾ കേട്ടു അലോഷിയുടെ അലറിയുള്ള പറച്ചില്. ആ ഓർമ്മകളിൽ ഞെട്ടലോടുകൂടി ഇരിക്കുകയാണ് സ്റ്റെല്ല. ശരീരമൊക്കെ വിറച്ചു തുടങ്ങി. അപ്പോഴേക്കും മോനെ ശിവ, ഏതോ ഒരു ചേച്ചി വന്ന് വിളിക്കുമ്പോൾ സ്റ്റെല്ല പെട്ടെന്ന് എഴുന്നേറ്റു. ചേട്ടൻ പുറത്തേക്ക് എവിടെയോ പോയതാണ് ചേച്ചി. അതേയോ? മോളേതാ? എവിടെയാ താമസം? മുൻപൊന്നും കണ്ടിട്ടില്ല, അതാ ചോദിച്ചേ. പറയുന്നതിനൊപ്പം കാലിലെ ചെരുപ്പ് ഊരി മുറ്റത്തിന്റെ ഒരു കോണിലായി ഇട്ടിട്ട് അവർ അകത്തേക്ക് കയറി വന്നു. ഞാനിവിടെ ഹോം നഴ്സായിട്ട് വന്നതാണ്, ശിവൻ ചേട്ടന്റെ അമ്മയെ നോക്കുവാൻ. ആഹാ, അത് ശരി. മോളുടെ പേരെന്താ? സ്റ്റെല്ല. നേഴ്സാണോ? അല്ല, ഇങ്ങനെ ഓരോ ആളുകളെയൊക്കെ നോക്കാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. ആണോ? നല്ല കാര്യം മോളെ. ഞാനേ അപ്പുറത്തെ വീട്ടിലെയാണ്. എൻ്റെ പേര് തങ്കമ്മ. രാധയ്ക്ക് വയ്യാന്ന് അറിഞ്ഞു വന്നതാ, ഒന്ന് കണ്ടേച്ചു വരാമേ പറഞ്ഞുകൊണ്ട് അവർ രാധമ്മ കിടക്കുന്ന മുറിയിലേക്ക് തന്നെ കൃത്യമായി കയറിപ്പോയി. മഴയ്ക്ക് ചെറിയ കാറും കോളുമുണ്ട്. അലക്കി വിരിച്ച തുണികളൊക്കെ എടുത്ത് സ്റ്റെല്ല അകത്തേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് എല്ലാം വൃത്തിയായിട്ട് മടക്കി അടുക്കി അലമാരയിൽ വെച്ചു. 4 മണിക്ക് ചായക്ക് കഴിക്കാൻ എന്നതെങ്കിലും ഉണ്ടാക്കണോ ആവോ? 1-2 ടിന്നുകൾ അവൾ എടുത്ത് തുറന്നു നോക്കി. അരിപ്പൊടി ഇരിപ്പുണ്ട്, ഉരുണ്ട ശർക്കരയും കൂടി അവൾ കണ്ടു. മുറ്റത്ത് നിന്ന ഞാലിപ്പൂവൻ വാഴയുടെ അടുത്തേക്ക് ചെന്നു അതിൽ നിന്ന് കുറച്ച് ഇല കീറി എടുത്തു കൊണ്ടുവന്നു. തിളച്ച വെള്ളത്തിൽ കുഴച്ചു വെച്ചിരുന്ന അരിപ്പൊടി എടുത്ത് പരത്തി ഏലക്കായും ജീരകവും ചേർത്ത് പൊടിച്ച പൊടിയിലേക്ക് നാളികേരവും ശർക്കരയും ചേർത്ത് കുഴച്ച മിശ്രിതം എടുത്തു വെച്ചു. ഇല മടക്കി അപ്പച്ചെമ്പിലേക്ക് ഓരോ അട എടുത്തു വെച്ച് ആവി കയറ്റി. അപ്പോഴേക്കും അമ്മയെ കാണാൻ വന്നിരുന്ന തങ്കമ്മ ചേച്ചി യാത്ര പറഞ്ഞു പോയിരുന്നു. അട വേകുന്ന സമയം കൊണ്ട് സ്റ്റെല്ല പോയി കുളിച്ചു വേഷം മാറ്റി വന്നു. പെട്ടെന്നാണ് മഴ തുടങ്ങിയത്. ശിവനാണെങ്കിൽ മടങ്ങി വന്നപ്പോൾ ആകെ നനഞ്ഞു കുളിച്ചു. അവൻ്റെ കയ്യിൽ കുറച്ചു പാവയ്ക്കയും വള്ളിപ്പയറും പച്ചമുളകും ഒക്കെ ഉണ്ടായിരുന്നു. കയ്യിലിരുന്ന കവർ സ്റ്റെല്ലയെ ഏൽപ്പിച്ച ശേഷം അവൻ കുളിക്കുവാനായി പോയി. ദേഹത്തൊക്കെ ആകെ പൊടിയും അഴുക്കുമായിരുന്നു. കുളി കഴിഞ്ഞ് ഇറങ്ങിച്ചെന്നത് നേരെ അമ്മയുടെ മുറിയിലേക്കായിരുന്നു. സ്റ്റെല്ല ആ നേരത്ത് അമ്മയ്ക്ക് ചായയും ഇലയുടെയും എടുത്തു കൊടുക്കുമായിരുന്നു. കുറേശ്ശെ എടുത്ത് മുറിച്ചു വായിൽ വെച്ചു കൊടുക്കുന്നുണ്ട്. ഒരു വശത്തിന് മാത്രം കുറച്ച് ബലമുള്ളൂ, അതുകൊണ്ട് ആ ഭാഗം വെച്ചാണ് പതിയെ ചവയ്ക്കുന്നത്. അമ്മേ, ഇപ്പൊ എങ്ങനെയുണ്ട് ചോദിച്ചുകൊണ്ട് അവൻ അമ്മയുടെ അരികിലായി ചെന്നിരുന്നു. എന്നിട്ട് സ്റ്റെല്ലയുടെ കയ്യിൽ നിന്ന് പ്ലേറ്റ് മേടിച്ചു കുറേശ്ശെയായി അമ്മയ്ക്ക് വായിൽ വെച്ചു കൊടുത്തു. അപ്പോഴേക്കും സ്റ്റെല്ല എഴുന്നേറ്റ് പുറത്തേക്ക് പോയിരുന്നു. എങ്ങനെയുണ്ട് അമ്മേ ആ പെണ്ണ്? പാവമാണോ? അവൻ ശബ്ദം താഴ്ത്തി ചോദിച്ചു. അപ്പോഴേക്കും അവർ മെല്ലെ മുഖം അനക്കാൻ ശ്രമിച്ചു. 2 മാസത്തേക്ക് നിൽക്കട്ടെ,
എന്തൊക്കെയോ പ്രശ്നം അവളുടെ വീട്ടിലുണ്ട്. ഞാനും സനൂപും പോയി തിരക്കി. സംഗതി സത്യമാ. അവളുടെ അമ്മ മരിച്ചുപോയി. പിന്നെ അപ്പനാണെങ്കിൽ മുഴുക്കുടിയൻ. ഒരു ചേച്ചിയുണ്ട്. ഏതോ ഒരുത്തൻ്റെ കൂടെ ചാടിപ്പോയതാ. ഇപ്പോൾ കുറച്ചായിട്ട് ചേച്ചിയും കെട്ടിയോനുമൊക്കെ ഇവരുടെ ഒപ്പമാണ് താമസം. ഇതൊക്കെ അവിടെയുള്ള ഒരു കടക്കാരനോട് തിരക്കിയപ്പോൾ പറഞ്ഞതാ. പതിയെ അമ്മയ്ക്ക് കേൾക്കാൻ പാകത്തിന് അവൻ പറഞ്ഞു. ചേട്ടാ, ഫോണടിച്ചു. വാതുക്കൽ വന്നു സ്റ്റെല്ല പറഞ്ഞപ്പോൾ അവൻ അതിങ്ങട് എടുത്തോളാൻ പറഞ്ഞു. പെട്ടെന്ന് തന്നെ അവൾ ഓടിപ്പോയി ചെന്ന് ഫോൺ എടുത്തുകൊണ്ട് പോയി കൊടുത്തു. മമ്മദിക്ക ആയിരുന്നു. ആ, ഹലോ ഇക്കാ, ഞാനിവിടെ ഉണ്ട് വീട്ടിൽ. ആ, അമ്മ ഇന്നലെ വന്നു. കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ കിടക്കുന്നു. ഒരു കുട്ടിയെ വെച്ചു സഹായത്തിന്. നോക്കുന്നുണ്ട്. ആ, ഓക്കെ, ഇക്ക വന്നാൽ മതി. ശരി. ഫോൺ വെച്ച ശേഷം അമ്മയുടെ വാ കഴിയിച്ചിട്ട് അവൻ നേരെ അടുക്കളയിലേക്ക് ചെന്നു. ചേട്ടന് ചായ എടുക്കട്ടെ? പതച്ചു പൊങ്ങിയ നല്ല ചൂട് ചായയും ആവി പറക്കുന്ന ഇലയുടെയും കോലായിൽ പോയിരുന്നു മഴ ആസ്വദിച്ചു അങ്ങനെ കഴിക്കുകയാണ് ശിവൻ. തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പലഹാരമാണിത്, അവൻ ഓർത്തു. എന്നാ പിന്നെ ഒരു പാട്ടും കൂടി കേട്ടാലോ? ഫോണെടുത്ത് ഒരു ഗാനം പ്ലേ ചെയ്തു. ആഹാ, അടിപൊളി, എന്താ ഒരു ഫീല്. കുറുപ്പ് മാഷിനെ നമിച്ചു പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും ഒരൽപ്പം ഇലയുടെ മുറിച്ച് നാവിലേക്ക് വെച്ചു. ഒരെണ്ണം കൂടി എടുക്കട്ടെ ചേട്ടാ? വാതിലിൻ്റെ മറവിൽ നിന്നുകൊണ്ട് സ്റ്റെല്ല ചോദിച്ചു. താൻ കഴിച്ചോ? പെട്ടെന്ന് അവൻ ചോദിച്ചു. ഇല്ല. എന്നാൽ പിന്നെ പോയിരുന്ന് കഴിക്ക്. തണുത്ത് ആറിപ്പോയാൽ പിന്നെ കൊള്ളില്ല. അവൻ പറഞ്ഞതും അവൾ അകത്തേക്ക് പിൻവലിഞ്ഞു. ഒരു ഗ്ലാസ്സിൽ കുറച്ച് കട്ടൻ ചായയും എടുത്തു അടയും കൂട്ടി ഇറയത്തിരുന്ന് അവളും കഴിച്ചു. പിന്നെ ഒരെണ്ണം കൂടി ബാക്കിയുണ്ടായിരുന്നു. ശിവൻ വന്ന് പാത്രം മൂട തുറന്നു നോക്കി. സ്റ്റെല്ല, ഇയാൾ കഴിച്ചോ? കഴിക്കുക. എന്നാൽ പിന്നെ ഇതും കൂടി എടുത്തോ. യോ, വേണ്ട ചേട്ടാ, എനിക്കെൻ്റെ വയറ് പൊട്ടാറായി. എന്നാ പിന്നെ ഞാൻ കഴിച്ചോളാം. അവൻ പറഞ്ഞതും സ്റ്റെല്ല തലയാട്ടി. രാത്രിയിലെ അത്താഴം കഴിച്ച ശേഷം സ്റ്റെല്ല നേരെ രാധമ്മയുടെ മുറിയിലേക്കാണ് പോയത്, കിടക്കുവാൻ വേണ്ടി. നേരത്തെ തന്നെ അവർക്ക് വേണ്ട ഭക്ഷണമൊക്കെ അവൾ കൊടുത്തു കഴിഞ്ഞിരുന്നു. എന്നിട്ട് അടുക്കളയിലേക്ക് പോയി തൻ്റെ ജോലികളെല്ലാം ചെയ്തു തീർത്ത ശേഷം അവൾ റൂമിലേക്ക് തിരികെ എത്തിയത്. ആ നേരത്ത് ശിവൻ അമ്മയുടെ അരികിലിരുന്ന് സഹോദരിമാരെ ഫോൺ വിളിക്കുകയായിരുന്നു. വീഡിയോ കോളിലാണെന്ന് അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സ്റ്റെല്ല അവിടെ നിന്നും പിന്നോട്ട് ഇറങ്ങിപ്പോന്നിരുന്നു. ശിവന്റെയും അമ്മയുടെയും സ്വകാര്യതയിൽ താൻ കൈകടത്തി എന്ന് എന്തെങ്കിലും ചീത്തപ്പേരെങ്ങാനും വരുമോ എന്നവൾ ഭയപ്പെട്ടു. 2-3 മാസങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്കണം, അല്ലാതെ വേറെ നിവർത്തിയില്ല. കാരണം തൻ്റെ അവസ്ഥ അത്രമേൽ കഷ്ടമാണ്. അകത്തുനിന്ന് ശിവൻ എന്തൊക്കെയോ പറഞ്ഞു ചിരിക്കുന്നതൊക്കെ കേൾക്കാം. ഹാളിൽ കിടന്നിരുന്ന സെറ്റിൽ ചാരി ഇരിക്കുകയാണ് സ്റ്റെല്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ജോലികളൊക്കെ ചെയ്യുന്നത്. ശരീരമൊക്കെ തളർന്നു പോകും പോലെ. രാധമ്മയെ പിടിച്ചു പൊക്കുകയും നേരെ ചാരി ഇരുത്തി ഭക്ഷണം കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കൈയും കാലുമൊക്കെ കുഴഞ്ഞു പോവുകയായിരുന്നു. എവിടെയെങ്കിലും താൻ വീണുപോയി പോകുമോ എന്നുപോലും അവൾ ഭയപ്പെട്ടിരുന്നു. എൻ്റെ മാതാവേ, എല്ലാ ആപത്തിൽ നിന്നും രക്ഷിക്കണേ. നീയല്ലാതെ ആരുമില്ല എനിക്ക് ആശ്രയം. മാനം രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വിധം ഇറങ്ങിത്തിരിച്ചത്. നിന്റെ 2 കരങ്ങളും എൻ്റെ മേൽ താങ്ങായി ഉണ്ടാവണേ. ഓർക്കുന്തോറും മിഴികൾ നിറഞ്ഞു. ശിവനാണെങ്കിൽ ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചു ഇറങ്ങി വന്നപ്പോൾ സെറ്റിയിൽ ചാരി ഇരുന്നു കൊണ്ട് കരയുന്ന സ്റ്റെല്ലയാണ് കണ്ടത്. സ്റ്റെല്ല, അവൻ വിളിച്ചതും പെട്ടെന്നവൾ ചാടി എഴുന്നേറ്റു. താൻ ഭക്ഷണം കഴിച്ചോ? കഴിച്ചു. അമ്മയ്ക്ക് കൊടുത്തതാണ്, ഇനി ഗുളിക കൊടുത്താൽ മതി. ആ, അതൊക്കെ ഞാൻ എടുത്തു കൊടുത്തു. താൻ പോയി കിടന്നോളൂ. മിഴിനീർ തുടച്ചുകൊണ്ട് നടന്നു പോകുന്നവളെ നോക്കി കുറച്ചു സമയം ശിവൻ അങ്ങനെ തന്നെ നിന്നു. രാധമ്മ കിടക്കുന്ന മുറിയിൽ തന്നെ മറ്റൊരു കട്ടിലുകൂടി കിടപ്പുണ്ട്. ശിവനാണെന്ന് തോന്നുന്നു ഒരു ബെഡ്ഷീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അരികിലായി തന്നെ ഒരു പുതപ്പും. കിടക്കയെല്ലാം കൊട്ടി വിരിച്ചതിലായിരുന്നു സ്റ്റെല്ല കിടന്നത്. രാധമ്മയാണെങ്കിൽ കിടന്നതേ ഉറങ്ങിപ്പോയി. ഗുളികയുടെ ഡോസാവും എന്ന് സ്റ്റെല്ലയ്ക്ക് മനസ്സിലായി. കുറച്ചു സമയം ഉറങ്ങാതെ കിടന്നു. സീനച്ചേച്ചിയും മോനും രണ്ടാളും വീട്ടിൽ എത്തിയോ ആവോ? ഒരു വിവരവും ഇല്ലല്ലോ. ഫോൺ എടുക്കാൻ പറ്റിയില്ല തിടുക്കത്തിൽ ഇറങ്ങിപ്പോരുമ്പോൾ. അലോഷിയെ പേടിച്ചു അന്ന് രാത്രിയിൽ ഓടിച്ചെന്നു അഭയം തേടിയത് അയൽ വീട്ടിലെ മറിയാമ്മച്ചിയുടെ അരികിലായിരുന്നു. അടുത്ത ദിവസം നേരം വെളുത്തപ്പോൾ അലോഷി ഒരു ബൈക്കിൽ കയറി പോകുന്നത് കണ്ടു. ആ ഉറപ്പിന്മേൽ വീട്ടിൽ ചെന്നു കയറിയ ശേഷം കുറച്ച് തുണികളെല്ലാം കുത്തി നിറച്ചു വെച്ചു. അപ്പോഴേക്കും ഒരു ബൈക്കിൻ്റെ ശബ്ദം. പിന്നിലെ വാതിൽ കൂടി ഇറങ്ങി ഓടിപ്പോന്നു. ബാഗ് മാത്രം എടുക്കാൻ പറ്റിയുള്ളൂ. ഫോൺ എവിടെയാണെന്ന് നോക്കാനും കഴിഞ്ഞില്ല. ഈശ്വരാ, എൻ്റെ ചേച്ചിയും കുഞ്ഞിനെയും കാത്തുരക്ഷിക്കണേ. ഹോസ്പിറ്റലിൽ നിന്ന് വന്നോ ആവോ?
കുഞ്ഞിന് കുറഞ്ഞു കാണും ഇപ്പോഴും. തന്നെ കാണാതെ വിഷമിക്കുന്നുണ്ടാവും. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പാവം ചേച്ചി. ചങ്കു പറിച്ച് സ്നേഹിച്ചത് ആ ദുഷ്ടനെയാണല്ലോ. അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്ത ശവം. പലവിധ ചിന്തകളിൽ ഉഴറി നടന്ന ശേഷം എപ്പോഴോ അവൾ മിഴികൾ പൂട്ടി. കാലത്തെ 5 മണിയായപ്പോൾ ശിവൻ എഴുന്നേറ്റു. പ്രാഥമിക കർമ്മങ്ങൾ ഒക്കെ നടത്തിയ ശേഷം അവൻ താഴേക്ക് ഇറങ്ങി വന്നു. അമ്മയുടെ മുറിയിലേക്ക് എത്തി നോക്കി. സ്റ്റെല്ല ഉണർന്ന് മുട്ടുകുത്തി ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. കയ്യിൽ ഒരു കൊന്തമാലയുമുണ്ട്. അവൻ അവിടുന്ന് നേരെ അടുക്കളയിലേക്ക് ചെന്നു. കട്ടൻ ചായയ്ക്ക് വെള്ളം വെച്ചു. മിക്കവാറും ദിവസവും ശിവനാണ് ചായ വയ്ക്കുന്നത്. അതുകൊണ്ടുപോയി അമ്മയ്ക്ക് കൊടുത്ത ശേഷം അവൻ കൃഷിയിടങ്ങളിലേക്ക് പോകുന്നത്. മധുരവും കടുപ്പവും പാകമാണോ എന്ന് പരിശോധന നടത്തുമ്പോഴുണ്ട് സ്റ്റെല്ല വരുന്നു. ചേട്ടൻ എഴുന്നേറ്റായിരുന്നോ? പിന്നിൽ നിന്നുകൊണ്ട് അവൾ മെല്ലെ ചോദിച്ചു. ദേ ചായ എടുത്ത് കുടിച്ചോ. ഒരു ഗ്ലാസ് എടുത്ത് അമ്മയ്ക്കും കൊടുക്ക്. ഞാൻ ചെയ്തോളാമായിരുന്നു. അതൊന്നും സാരമില്ലടോ, എടുത്തു കുടിക്ക്. അമ്മയ്ക്കുള്ളത് ഞാൻ കൊടുത്തോളാം. പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ചെറിയ കപ്പിൽ കുറച്ചെടുത്തുകൊണ്ട് ശിവൻ അടുക്കളയിൽ നിന്ന് ഇറങ്ങി അമ്മയുടെ മുറിയിലേക്ക് പോകുകയും ചെയ്തു. അമ്മ പറയുന്നതൊക്കെ അവ്യക്തമായി മനസ്സിലാകുന്നതേ ഉള്ളൂ. എങ്കിലും അതെല്ലാം വളരെ താല്പര്യത്തോടെ തന്നെ ശിവൻ ഇരുന്ന് കേൾക്കുന്നുണ്ട്. അരമണിക്കൂർ നേരം കഴിഞ്ഞു അവൻ പഴയ ഒരു ഷർട്ടും കാവി മുണ്ടും ഉടുത്ത് ഇറങ്ങി വന്നു. സ്റ്റെല്ല. ഉമ്മറത്ത് നിന്നുകൊണ്ട് അവൻ നീട്ടി വിളിച്ചു. എന്തോ? വരുവാ ചേട്ടാ. പെട്ടെന്ന് തന്നെ അവൾ അവൻ്റെ അരികിലേക്ക് ചെന്നു. എൻ്റെ ജോലി എന്താണെന്ന് തനിക്കറിയാമോ? ഇല്ല ചേട്ടാ. ഞാനൊരു കൃഷിക്കാരനാണ്. കുറച്ച് സ്ഥലമൊക്കെ സ്വന്തമായിട്ടുണ്ട്. അവിടെ അത്യാവശ്യം കൃഷിയൊക്കെ ചെയ്താണ് ഞാനും അമ്മയും കഴിയുന്നത്. അവൻ പറയുന്നത് കേട്ടുകൊണ്ട് അവൾ തലകുലുക്കി. 9:30 ഒക്കെ ആകുമ്പോൾ ഞാൻ എത്തും. പിന്നെ അമ്മയെ നോക്കുവാനല്ലേ താൻ ഇവിടെ വന്നത്. അതുകൊണ്ട് അമ്മയുടെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയൊക്കെ ഞാൻ വന്നിട്ട് ചെയ്തോളാം. അത് കുഴപ്പമില്ല ചേട്ടാ. ഇവിടുത്തെ ജോലികളും കൂടെ ഞാൻ ചെയ്തോളാം. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് എനിക്കുള്ള പണം ഏജൻസിയിൽ നിന്ന് തരുന്നത്. അതൊക്കെ ഇയാൾക്ക് ബുദ്ധിമുട്ടാവും. സാരമില്ല ചേട്ടാ. എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാതെ ഇരുന്നാൽ മാത്രം മതി. 2-3 മാസം ഇവിടെ നിൽക്കേണ്ടി വരും എന്നാണ് ഏജൻസിയിലെ പ്രകാശൻ ചേട്ടൻ അറിയിച്ചത്. പോകാൻ മറ്റൊരു സ്ഥലമില്ല. അതുകൊണ്ട് എന്നോടിത്തിരി കരുണ കാണിക്കണം. അത് പറഞ്ഞതും സ്റ്റെല്ലയുടെ ശബ്ദം ഇടറി. താൻ കയറി ചെല്ല്. ഇവിടെ നിന്ന് ഇങ്ങനെ കരഞ്ഞാൽ ആളുകൾ വേറെ വല്ലതും കൂടെ പറഞ്ഞുണ്ടാക്കും. ഇടത്തേക്കും വലത്തേക്കും മുഖം തിരിച്ചുകൊണ്ടാണ് ശിവൻ അത് പറഞ്ഞത്. സ്റ്റെല്ല വേഗം കണ്ണീരെല്ലാം വലം കൈ കൊണ്ട് തുടച്ചു മാറ്റി. എന്നിട്ട് അകത്തേക്ക് കയറി വാതിലടച്ചു. ശിവന്റെ ബൈക്ക് കടന്നുപോകുന്ന ശബ്ദം കേട്ടുകൊണ്ട് അവൾ വീണ്ടും അടുക്കളയിലേക്ക് പോന്നു. തൻ്റെ കൃഷിയിടങ്ങളിലേക്ക് ശിവൻ പോയതും സ്റ്റെല്ല അടുക്കള ജോലി ചെയ്യുവാനായി ഇറങ്ങി. ഉപ്പുമാവ് ആയിരുന്നു അവൾ കാലത്തെ കഴിക്കുവാനായി ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. റവ എടുത്ത് വറുത്തു വച്ചതിനു ശേഷം ഉള്ളിയും മുളകും കറിവേപ്പിലയും ഇഞ്ചിയും ഒക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വെച്ചു. അവയെല്ലാം ഒരു ചരുവത്തിൽ വെള്ളം ഒഴിച്ചിട്ടതിനു ശേഷം പതിയെ അവൾ മുറ്റത്തേക്ക് ഇറങ്ങി. വലിയ മുറ്റമാണ്. എല്ലാം അടിച്ചുവാരി വൃത്തിയാക്കി ഇടുവാനായി അവൾ ചൂലെവിടെയാണ് ഇരിക്കുന്നത് എന്ന് അന്വേഷിച്ചു നടന്നു. പടിഞ്ഞാറു വശത്തായി കുറച്ച് ചൂട്ടും വിറവുമൊക്കെ ഒരു പുര ഉണ്ടാക്കി അതിൽ അടുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അവിടെയൊന്ന് ശരിക്കും നോക്കിയപ്പോൾ കുറച്ച് മാറിയിരിപ്പുണ്ടായിരുന്നു ചൂലുകൾ. അടിക്കാൻ പാകത്തിനുള്ള ഒരെണ്ണമെടുത്ത് സ്റ്റെല്ല നടവാതിൽക്കലേക്ക് പോയി. അമ്മേ, ഞാനീ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരുവാൻ പോവുക. ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിക്കോളാം കേട്ടോ. അവൾ പറഞ്ഞതും രാധമ്മ ഒന്ന് തലയാട്ടുവാനായി ശ്രമിച്ചു. അവരുടെ കവിളിൽ ഒന്ന് തട്ടിയ ശേഷം സ്റ്റെല്ല മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു. കുറേയേറെ കരിയിലകൾ ഉണ്ടായിരുന്നു. എല്ലാം അടിച്ചുവാരി വൃത്തിയാക്കി. ഏകദേശം 1.5 മണിക്കൂറോളം എടുത്തു മുറ്റം അടിച്ച് തീർക്കുവാൻ. പാവത്തിന് തൻ്റെ നടുവൊക്കെ മുറിഞ്ഞു പോകുന്നത് പോലെയായിരുന്നു വേദന. ഇടയ്ക്കൊക്കെ തൻ്റെ വിധിയോർത്ത് അവൾക്ക് കണ്ണ് നിറഞ്ഞു വന്നു. കുനിഞ്ഞു നിന്ന് മുറ്റം അടിച്ചു വാരുമ്പോൾ അവളുടെ മിഴിനീർ ധാരധാരയായി ഒഴുകി. പിന്നെ തനിക്ക് ഏറ്റവും സുരക്ഷിതമായ ഒരു വീട്ടിലാണല്ലോ എത്തിച്ചേർന്നത് എന്നോർത്ത് അവൾ സമാധാനിച്ചു. ശിവനാണെങ്കിൽ മാന്യനായ ഒരു വ്യക്തിയാണെന്ന് അവൾക്ക് തോന്നി. രാധമ്മയെ നോക്കുവാൻ പലതവണ അവൾ റൂമിലേക്ക് ഓടിച്ചെല്ലും. എന്നിട്ട് തിരികെ അടുക്കളയിലേക്ക് വന്ന ശേഷം ജോലികൾ തുടരും.